ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യയിലും മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ വോളാറ്റിലിറ്റിക്ക് ശേഷം ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും ഗ്ലോബലി ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അമേരിക്കൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു, യൂറോപ്യൻ മാർക്കറ്റുകളും ബെറ്റർ ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ഹാർഡ് ഡിസ്ക് രംഗത്തുള്ള മൈക്രോൺ, സാൻഡിസ്ക്, വെസ്റ്റേൺ ഡിജിറ്റൽ, സീഗേറ്റ്, ഒപ്പം അപ്ലൈഡ് മെറ്റീരിയൽസ്, ഈ കമ്പനികളുടെ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ, അതുപോലെ തന്നെ ഫ്ലാഷ് മെമ്മറി, റാൻഡം ആക്സസ് മെമ്മറി, ഈ ഘടകങ്ങൾക്കൊക്കെ 2030 വരെ ഷോർട്ടേജ് ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ഇന്ന് മോർണിംഗിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റിൽ സാംസങ് ഇലക്ട്രോണിക്സ്, അതുപോലെ തന്നെ SK ഹൈനിക്സും നല്ല രീതിയിൽ മുന്നേറാണ്. ഓവറോൾ ടെക്നോളജി സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് മറ്റ് മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ യൂറോപ്പ് ബെറ്റർ ആയിരുന്നു. ഏഷ്യയിൽ ഇന്നലെ നല്ല വോളാറ്റിലിറ്റിക്ക് ശേഷം ഏഷ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, ഈ കമോഡിറ്റികൾ ഇന്ന് മുന്നേറാണ്. $5022 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ട്രേഡ് ചെയ്യുന്ന $81 പെർ ഔൺസിനാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $103 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ $US അഗൻസ്റ്റ് ആയിട്ട് 92.43 രൂപ പെർ ഡോളറിനാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ US ഫെഡിൻ്റെ 2 ദിവസത്തെ പോളിസി മീറ്റിംഗ് ഇന്ന് ആരംഭിക്കുകയാണ്. നാളെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരാൻ പോകുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിരിക്കും. ഒപ്പം ഇന്നലെ ഫെബ്രുവരി മാസത്തെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഇന്ത്യയിൽ 2.13% ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ റിക്കവറിനെ തന്നെയാണ്. തീർച്ചയായിട്ടും ഇതും ഒരു പോസിറ്റീവ് മൊമെൻ്റം തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്ന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്സ് ഉണ്ട്. റിലയൻസ്, സാംസങ് 3 ബില്യൺ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ അമോണിയ സപ്ലൈക്ക് വേണ്ടിയാണ്. 2029 സെക്കൻഡ് ഹാഫ് തൊട്ടാണ് റിലയൻസ് ഗ്രീൻ അമോണിയ സാംസങ്ങിന് എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ റിലയൻസിനെ സംബന്ധിച്ച്. തേജസ് നെറ്റ്വർക്ക് എന്ന 4G റേഡിയോ ആക്സസ് നെറ്റ്വർക്ക് സൊല്യൂഷൻസിനുള്ള ഒരു ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഏഷ്യയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ. ഇന്നലെ തന്നെ തേജസ് മുന്നേറിയിരുന്നു. എന്നിരുന്നാൽ ഈ ന്യൂസ് തേജസിനെ സംബന്ധിച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം മറ്റ് ന്യൂസ് സോഴ്സ് നോക്കുകയാണെങ്കിൽ GMDC, NMDC അലയൻസ് വരുന്നുണ്ട്. റയർ എർത്ത് മെറ്റൽസ് ആൻഡ് മിനറൽസ് രംഗത്തുള്ള ഓപ്പർച്യൂണിറ്റി എക്സ്പ്ലോർ ചെയ്യാനാണ്. RVNL 95 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. NMDCയിൽ നിന്നാണ്. പവർമെക് പ്രോജക്റ്റ് 710 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. റെയിൽടെൽ 42 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് എന്തെങ്കിലും ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ MSP സ്റ്റീൽ, അതുപോലെ തന്നെ NCC ആണ്. പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് എന്തെങ്കിലും സെല്ലേഴ്സ് ആണ്. അതേസമയം നമ്മുടെ മ്യൂച്വൽ ഫണ്ടുകളും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ വളരെ അഗ്രസീവ് ആയിട്ടാണ് നല്ല സ്റ്റോക്കുകൾ വാങ്ങിക്കൊണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് ഓപ്പണിങ്ങും വീണ്ടും വൊളാറ്റിലിറ്റി ഒക്കെ തന്നെയാണ്. ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിന് അയവൊന്നും വന്നിട്ടില്ല. മറിച്ച് ഇറാൻ ഒഴികെയുള്ള മറ്റ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളൊക്കെ അമേരിക്കനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യാണ്. ആദ്യം അവർ ഇറാനായിട്ടുള്ള സംഘർഷത്തിന് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും വരുന്ന ആക്ഷൻസിന് എഗൻസ്റ്റ് ആയിട്ടൊക്കെ ശബ്ദം ഉയർത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അമേരിക്കയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇറാൻ ഒരു പാഠം പഠിപ്പിക്കണം എന്ന തരത്തിലുള്ള റിക്വസ്റ്റായിട്ട്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ അഗ്രസീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റൊക്കെ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക സംഘർഷത്തിന് ഒരു അയവും വരാനുള്ള സാധ്യതകളുണ്ട്. സെറ്റിൽമെൻറ്റും വരാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഇറാൻ വീണ്ടും UAEക്ക് നേരെ, ഖത്തറിന് നേരെ, അതുപോലെ തന്നെ സൗദി അറേബ്യയ്ക്കൊക്കെ നേരെ വലിയ രീതിയിൽ തന്നെയാണ് ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിടുന്നത്. ഇന്നലെ എയർപോർട്ടിന് നേരെ ഉണ്ടായിരിക്കുന്ന ആക്രമണത്തിന് ശേഷം ഇന്നലെ വൈകുന്നേരം UAEയിലെ ഗ്യാസ് സെൻറ്ററുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മോർണിംഗിൽ അത്തരത്തിലുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും തന്നെ മാർക്കറ്റുകളിൽ കാണുന്നില്ല. മറിച്ചൊരു പോസിറ്റീവ് മൊമെൻ്റ് ആണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അടുത്ത ദിവസങ്ങളിൽ ഈ സംഘർഷത്തിന് ഒരു അയവ് വരും, അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് വരും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.